ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്ക തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വളരെ അടുത്തെത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനുള്ള സാധ്യത സൂചിപ്പിച്ച അദ്ദേഹം ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടു. ഇറാനുമായി സംസാരിക്കാൻ തയ്യാറാണെങ്കിലും വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് പ്രതികരിച്ചു. പുതുതായി 3 യുദ്ധക്കപ്പലുകളെയും 4500 സൈനികരെയും അണിനിരത്തി ഇറാനെതിരെ പുതിയ യുദ്ധമുഖം തുറക്കാൻ നീക്കം നടത്തുന്നതിനിടയിലാണ് ട്രംപിന്റെ മലക്കം മറിച്ചിൽ. ഇറാനിലെ ഭരണമാറ്റം ലക്ഷ്യമില്ലെന്ന് ട്രംപ് പറഞ്ഞു. പ്രതിസന്ധി പരിഹരിക്കാൻ ഊർജിത നീക്കം നടത്തുമെന്ന് ചൈനയും ഫ്രാൻസും അറിയിച്ചു. കാർഗ് ദ്വീപിന്റെ നിയന്ത്രണം കൈക്കലാക്കി ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകളുടെ സഞ്ചാരം സുഗമമാക്കാനുള്ള US നീക്കം സംഘർഷം കൂടുതൽ രൂക്ഷമാക്കിയേക്കും. മേഖലയിലെ തങ്ങളുടെ താവളങ്ങൾ കപ്പലുകളുടെ സുരക്ഷാ നീക്കത്തിൽ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ ബ്രിട്ടൻ അനുമതി നൽകിയിട്ടുണ്ട്. അതിനിടെ ഇസ്രയേൽ നഗരങ്ങളിൽ ഇറാൻ മിസൈലുകൾ പതിച്ച് 200ഓളം പേർക്കും പരിക്ക് ഏൽക്കുകയും വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിന്റെ ഹൈഫ റിഫൈനറി സ്തംഭിച്ചു. ആക്രമണം ഉൽപാദനത്തിലും വിതരണത്തിലും തടസ്സം സൃഷ്ടിച്ചു. സ്ഥിതി സാധാരണ നിലയിലാകാൻ ദിവസങ്ങൾ എടുക്കുമെന്നാണ് സ്ഥിരീകരണം. അതേസമയം പൂർണ്ണവും സമഗ്രവും സുസ്ഥിരവുമായ യുദ്ധവിരാമമാണ് വേണ്ടതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടില്ല. ഇറാനെ ആക്രമിക്കുന്ന കപ്പലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. യുദ്ധം നിർത്താൻ പല രാജ്യങ്ങളും രംഗത്തുണ്ട്. ഇക്കാര്യത്തിൽ തുറന്ന മനസ്സാണ് ഇറാന്റേതെന്നും അരാഗ്ചി വ്യക്തമാക്കി. ഇസ്രയേൽ അമേരിക്ക വ്യോമാക്രമണങ്ങളെ തുടർന്ന് ഇറാന്റെ സൈനിക ശേഷി തകർന്നതായും അവർക്കിനി യുറേനിയം സമ്പുഷ്ടീകരണമോ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണമോ സാധ്യമല്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു. വിദേശ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ നിർണായക പ്രസ്താവന നടത്തിയത്. ഇറാന്റെ മിസൈൽ ഡ്രോൺ നിർമ്മാണശാലകൾ വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടുവെന്നും അവ നിർമ്മിക്കാനുള്ള ശേഷി ഇറാന് നഷ്ടപ്പെട്ടുവെന്നും നെതന്യാഹു പറഞ്ഞു. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാണ് ഇപ്പോൾ തകർക്കപ്പെടുന്നത്. ഞങ്ങൾ വിജയിക്കുകയാണ്. ഇറാൻ നാശത്തിന്റെ വക്കിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി ഇറാന് നഷ്ടപ്പെട്ടു എന്നതിന് തെളിവുകളൊന്നും അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കയെ ഇസ്രയേൽ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു എന്ന ആരോപണം അദ്ദേഹം തള്ളി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് എന്ത് ചെയ്യണമെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കാനാവില്ലെന്നും അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ട്രംപ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും സൈന്യവും തമ്മിലുള്ള അടുത്ത ഏകോപനം വഴിയാണ് അതിവേഗത്തിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ ദക്ഷിണ പാഴ്സ് ഗ്യാസ് ഫീൽഡുകൾക്ക് നേരെ ഇസ്രയേൽ ഒറ്റയ്ക്കാണ് ആക്രമണം നടത്തിയത്. എന്നാൽ ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് താൽക്കാലികമായി അവ നിർത്തിവച്ചതായും നെതന്യാഹു വെളിപ്പെടുത്തി. ആളുകൾ കരുതുന്നതിലും വേഗത്തിൽ യുദ്ധം അവസാനിക്കുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ നേതൃത്വത്തിനിടയിൽ വലിയ തർക്കങ്ങളും വിള്ളലുകളും ദൃശ്യമാണെന്നും ഇപ്പോൾ ആരാണ് അവിടെ ഭരണം നടത്തുന്നതെന്ന് തനിക്ക് ഉറപ്പില്ലെന്നും നെതന്യാഹു പറഞ്ഞു. നിലവിൽ വ്യോമാക്രമണങ്ങളാണ് നടക്കുന്നതെങ്കിലും ഭാവിയിൽ കരയുദ്ധത്തിനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കുടൻ അയവുണ്ടാവുമെന്ന് കരുതുന്നില്ലെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോട്ട് പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച ടെല്ലവീവിൽ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൺ സാറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നിരുന്നാലും ശാശ്വതമായ പരിഹാരത്തിനായി ഫ്രാൻസും സഖ്യകക്ഷികളും തുടർന്നും പരിശ്രമിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംഘർഷം കുറയ്ക്കുന്നതിനും ലബനാനിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വ്യാഴാഴ്ച ലബനാൻ സന്ദർശിച്ച ശേഷമാണ് ബാരോട്ട് ഇസ്രായേലിലെത്തിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.